വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇ ഡി റെയ്ഡിന്റെ മൊഴി വിവരങ്ങൾ ജനം ടിവിക്ക്. പണമിടപാടുകൾ MTയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് അദ്ദേഹത്തിന്റെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും CFO എന്ന നിലയിലാണ് രേഖകളിൽ ഒപ്പുവെച്ചതെന്നും സുരേഷ് കുമാർ പറയുന്നു. 18 ലക്ഷം രൂപ നിക്ഷേപമുള്ള സുരേഷ് കുമാറിന്റെ അക്കൗണ്ട് ED ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എന്തായാലും നിർണായകമായ നടപടികൾ ഇന്നും നടക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വിഷ്ണു, ഈ റെയ്ഡിനിടെ പ്രാഥമികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ആ റെയ്ഡിനിടെ ലഭിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ മൊഴികൾ തന്നെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിലേറ്റവും പ്രധാനമാണ് KS സുരേഷ് കുമാർ എന്ന മുൻ ചീഫ് ഫിനാൻസ് ഓഫീസർ. നിലവിൽ ചീഫ് ജനറൽ മാനേജർ തസ്തികയിലാണ്, CMRLന്റെ ചീഫ് ജനറൽ മാനേജർ തസ്തികയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഈ സുരേഷ് കുമാർ നൽകിയ മൊഴി എന്ന് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റെയ്ഡിനിടെ നൽകിയ സുപ്രധാനമായ മൊഴി എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താൻ ചെയ്തത് MD ആയിരുന്ന മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശശിധരൻ കർത്തയുടെ നിർദ്ദേശപ്രകാരമാണ്. ശശിധരൻ കർത്ത പറഞ്ഞത് അനുസരിച്ചാണ് പല പണമിടപാടുകളും നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ രേഖകളിലെല്ലാം തന്നെ താൻ ഒപ്പുവെച്ചത്, അതും MD നിർദ്ദേശിച്ചത് പ്രകാരം മാത്രമാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാണ്. വീണയെ സംബന്ധിച്ചിടത്തോളം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ സംബന്ധിച്ചിടത്തോളം ഏറെ കുരുക്കാകുന്ന മൊഴികൾ തന്നെയാണ് സുരേഷ് കുമാർ നൽകിയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരമായോ പ്രതിഫലമായിട്ടോ എല്ലാ പണം നൽകിയിരുന്നത് CMRL എക്സാലോജിക്കിന് എന്ന് നേരത്തെ തന്നെ ഉയർന്ന ആരോപണമാണ്. അത് കൂടുതൽ ശരിവെക്കുന്നതും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമാണ്. MD പറഞ്ഞത് അനുസരിച്ച് മാത്രമാണ് പണം നൽകിയത്, മറിച്ച് കമ്പനിയുടെ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വലിയ തുകകൾ കൈമാറിയിരിക്കുന്നത് എന്ന് KS സുരേഷ് കുമാർ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ 18 ലക്ഷം രൂപയുടെ സ്ഥിര അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റെയ്ഡിനിടെയാണ് 18 ലക്ഷം രൂപയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത്. ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ പിന്നീട് പൂർണ്ണമായും തന്നെ ഈ പണം കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമോ എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു തീരുമാനമെടുക്കുക. എന്നാൽ നേരത്തെ തന്നെ സുരേഷ് കുമാറിനെ നേരത്തെ പലവട്ടം ED ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അടക്കമായിരുന്നു സുരേഷ് കുമാറിന്റെ ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം നേരത്തെ പൂർത്തിയാക്കിയത്. സുരേഷ് കുമാറും അടക്കമുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെയാണ്. അന്ന് ചീഫ് ഫിനാൻസ് ഓഫീസർ എന്ന നിലയിൽ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം ഈ സുരേഷ് കുമാറിന്റെ കൈവശമായിരുന്നു. വലിയ പണമിടപാടുകൾ, ക്രമക്കേടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പാണ് ഏറ്റവും ആദ്യം CMRLുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുന്നത്. ആ ക്രമക്കേടുകളിലാണ് 135 കോടിയിലധികം രൂപ വകമാറ്റിയതായി അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യ നീക്കത്തിനും എന്നതടക്കമുള്ള പല പേരുകൾ പറഞ്ഞുകൊണ്ട് പണം കൈമാറ്റം ചെയ്യുകയും പണം വകമാറ്റുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ പണമെല്ലാം തന്നെ ചില ആളുകളുടെ കൈവശം എത്തിയെന്ന് അന്ന് തന്നെ അന്വേഷണ സംഘങ്ങൾക്കെല്ലാം വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിന് സംശയമുണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പ് അക്കാര്യം വ്യക്തമാക്കുക തന്നെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് SFIയുടെ അന്വേഷണം വരുന്നത്. ആ SFIയുടെ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നു. 2,72 ലക്ഷം വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഏറ്റവും ആദ്യം പുറത്തു വരുന്നത് SFIയുടെ അന്വേഷണത്തിലാണ്. തുടർന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നതും സംസ്ഥാന വ്യാപകമായും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുമെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടത്തുന്നത്, 12 കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നത്. ഈ റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ, വീടുകളിലും ഓഫീസുകളിലും ഉണ്ടായിരുന്ന ആളുകളെ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരുക്കാകുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയാണ് ഈ പണം മുഴുവൻ വാങ്ങിയത് എന്ന് പറയുന്ന വീണയുടെ മൊഴി അടിസ്ഥാനരഹിതമാണ് എന്നും അത്തരത്തിലല്ല പണം നൽകിയത് എന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള CFOയുടെ മുൻ ചീഫ് ഫിനാൻസ് ഓഫീസറുടെ മൊഴി കൂടി ഇപ്പോൾ പുറത്തു വരുന്നതും അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. ശരി, ജിജീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.